Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NTA UGC Net Psychologyയുടെ യൂണിറ്റ് 1ന്റെ പാർട്ട് 5 ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി ആണ്. അതിന്റെ പാർട്ട് 5 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ വി മൂവ് ahead, let's look at some previous year questions. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് wound was keen towards the study of. Wound was keen towards the study of. അതിന്റെ ഓപ്ഷൻസ് are sensory processes, reaction time, attention and all of these. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് all of these ആണ്. ഇനി when we move forward we will look at it in depth. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് who is regarded as the father of psychology? ഫാദർ ഓഫ് സൈക്കോളജി ആയിട്ട് റിഗാർഡ് ചെയ്യപ്പെട്ടത് ആരായിരുന്നു എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓപ്ഷൻസ് ആ വില്യം വൂണ്ട്, ഫ്രോയിഡ്, ഡിൽറ്റി ആൻഡ് വില്യം ജെയിംസ്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആണ്. ഇതിന്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ ഫർദർ പോകുമ്പോൾ we will look at it. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 4 ഫൗണ്ടിങ് പാർട്സ് ഓഫ് അക്കാഡമിക് സൈക്കോളജി ആണ്. അതായത് അക്കാഡമിക് സൈക്കോളജിയുടെ 4 ഫൗണ്ടിങ് പാർട്സ് അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ് ആരൊക്കെയാണ് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്നത് വൂണ്ട്, ഫ്രോയിഡ്, ജെയിംസ് ആൻഡ് ഡിൽറ്റി ആണ്. വില്യം വൂണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം ജെയിംസ് ആൻഡ് വില്യം ഡിൽറ്റി. ഇങ്ങനത്തെ 4 പേരെ പറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ വില്യം വൂണ്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. വിൽഹെം വൂണ്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ്പെരിമെന്റൽ സൈക്കോളജി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിക് തുടങ്ങിയത്. അതായത് സൈക്കോളജിയുടെ ആദ്യത്തെ ലബോറട്ടറി യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിക്കിൽ 1879 തുടങ്ങിയത് വിൽഹെം വൂണ്ട് ആണ്. ആൻഡ് ഈ ലബോറട്ടറിയാണ് ആദ്യമായിട്ട് സൈക്കോളജിക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്ന ലബോറട്ടറി എന്ന് പറയുന്നത്. കാരണം യൂഷ്വലി പണ്ട് കാലങ്ങളിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഫിലോസഫി, തിയോളജി ഇങ്ങനെ പല ബ്രാഞ്ചസിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു സൈക്കോളജി. അപ്പൊ ഈ ലബോറട്ടറിയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് can be considered as the beginning of modern psychology. And ഇത് സെറ്റപ്പ് ചെയ്തത് വിൽഹെം വൂണ്ട് ആണ്. അതുകൊണ്ട് തന്നെ വൂണ്ട് is often considered as the father of psychology. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് PYQയുടെ ആൻസർ. വിൽഹെം വൂണ്ട് is known as the father of psychology. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൂണ്ട് വാസ് ദ വൺ who was important in separating psychology from philosophy. പണ്ട് കാലങ്ങളിൽ ഫിലോസഫിയും സൈക്കോളജിയും ലൈക്ക് ഒരു ബ്രാഞ്ച് ആയിരുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രീം ആയിരുന്നു. സൈക്കോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ആൻഡ് വൂണ്ട് വാസ് ദ വൺ ഹു സെപ്പറേറ്റഡ് ദീസ് ടു. എങ്ങനെയാണ് പുള്ളി ഇത് സെപ്പറേറ്റ് ചെയ്തത്? ബൈ അനലൈസിങ് ദ വർക്കിംഗ് ഓഫ് മൈൻഡ് ഇൻ എ മോർ സ്ട്രക്ചേർഡ് വേ. ഇൻ എ മോർ സ്ട്രക്ചേർഡ് വേ മൈൻഡിനെ പഠിച്ചുകൊണ്ടാണ് സൈക്കോളജിയും ഫിലോസഫിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തത് വിൽഹെം വൂണ്ട്. ഇനി നമ്മൾ ഫർദർ നോക്കുകയാണെങ്കിൽ വിൽഹെം വൂണ്ടിന്റെ ഈ ലബോറട്ടറിനെ ഫോളോ ചെയ്ത് പല ലാബ്സും ഓവർ ദ കൺട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വാട്ട് വാസ് സിമിലർ വാസ് വില്യം വൂണ്ടിന്റെ ഈ ലബോറട്ടറിയുടെ മോഡലിലാണ് ബാക്കിയുള്ള ലബോറട്ടറീസും വന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽഹെം വൂണ്ട് എന്ന് പറയുന്നത് ഫിസിയോളജിയാണ് വിൽഹെം വൂണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ വിൽഹെം വൂണ്ടിന്റെ ടോപ്പിക്സിലും ഇത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടു. എങ്ങനെയാണ്? ഹി സ്റ്റഡീഡ് റിയാക്ഷൻ ടൈംസ്, സെൻസറി പ്രോസസ്സസ് ആൻഡ് അറ്റൻഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് PYQയുടെ ആൻസർ. വിൽഹെം വൂണ്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ഹി സ്റ്റഡീഡ് ഓൾ ഓഫ് ദീസ്. ഹി സ്റ്റഡീഡ് റിയാക്ഷൻ ടൈംസ്, സെൻസറി പ്രോസസ്സസ് ആൻഡ് അറ്റൻഷൻ. എന്തുകൊണ്ടാണ് വിൽഹെം വൂണ്ട് ഇത് പഠിച്ചത്? കാരണം വിൽഹെം വൂണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫിസിയോളജി ആയിരുന്നു. And William Wund's theory or parts of William Wund's theory was developed and promoted by whom? Edward Titchener. Edward Titchener ആണ് വിൽഹെം വൂണ്ടിന്റെ തിയറി അല്ലെങ്കിൽ പാർട്സ് ഓഫ് ഹിസ് തിയറി പ്രൊമോട്ട് ചെയ്തതും ഡെവലപ്പ് ചെയ്തതും. എഡ്വേർഡ് വൂണ്ടിന്റെ ഈ സിസ്റ്റം, അതായത് നമ്മുടെ മൈൻഡിനെ സ്ട്രക്ചർ ആയിട്ട് പഠിക്കുന്ന സിസ്റ്റത്തിനെ എഡ്വേർഡ് ടിച്ച്നർ നെയിം ചെയ്തതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറലിസം എന്ന നെയിം കൊടുത്തത് എഡ്വേർഡ് ടിച്ച്നർ ആണ്. ബട്ട് വില്യം വൂണ്ട് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വില്യം വൂണ്ട് wanted to study the structure of human mind. ഹ്യൂമൻ മൈൻഡിന്റെ സ്ട്രക്ചർ വില്യം വൂണ്ടിന് പഠിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് എങ്ങനെ? he wanted to study it using introspection. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് is looking into yourself or ഒരു കെയർഫുൾ എക്സാമിനേഷൻ, സെൽഫ് എക്സാമിനേഷനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ. വൂണ്ട് ഓൾസോ ബിലീവ്ഡ് ഇൻ റിഡക്ഷനിസം. എന്താണ് റിഡക്ഷനിസം? He believed that
consciousness could be broken down or reduced to its basic elements without sacrificing any of the properties of it as a whole. അതായത് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഹോൾ സ്ട്രക്ചറാണ്. ആ ഹോൾ സ്ട്രക്ചറിനെ ചെറിയ പീസസ് ആയി അല്ലെങ്കിൽ ചെറിയ സ്ട്രക്ചേഴ്സ് ആയി റെഡ്യൂസ് ചെയ്യാം, ബ്രേക്കും ചെയ്യാം, ആൻഡ് വി ക്യാൻ ലേൺ മോർ അബൌട്ട് ഇറ്റ് വിത്തൗട്ട് സാക്രിഫൈസിങ് എനി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഹോൾ. അതായത് ഇപ്പം നമ്മളൊരു ബോൾ എടുക്കുകയാണ്, അത് നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ലേൺ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഹോൾ ആയിട്ടിരുന്ന ബോളും പാർട്ടായിട്ടിരുന്ന ബോളും പഠിക്കുന്ന തമ്മിൽ ദർ ഇസ് ഡിഫറൻസ്. കാരണം പ്രോപ്പർട്ടീസ് ഡിഫർ ചെയ്യും. കാരണം ഇപ്പം ഒരു സൈഡ് നോക്കുമ്പോൾ ബോൾ പാർട്സ് ആയിട്ടാണ് ആൻഡ് ഒരു സൈഡ് നോക്കുമ്പോൾ ഹോൾ ആയിട്ടാണ്. പക്ഷെ വോണ്ട് ബിലീവ് ചെയ്തത് റിഡക്ഷനിസത്തിലാണ്. അതെന്ന് പറയുമ്പോൾ മൈൻഡിനെ സ്ട്രക്ചർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഡസൻ ലൂസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ് ആസ് എ ഹോൾ. അപ്പോൾ ഹി ബിലീവ് ദാറ്റ് മൈൻഡിനെ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഇറ്റ്സ് ബേസിക് എലമെന്റ്സ് വിത്തൗട്ട് സാക്രിഫൈസിങ് എനി ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആസ് എ ഹോൾ. അല്ലെങ്കിൽ ഓഫ് ദ ഹോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ലൂസ് ചെയ്യാതെ തന്നെ റെഡ്യൂസ് ചെയ്ത് പഠിക്കാം എന്നാണ് വൂണ്ട് പറഞ്ഞത്. അതിനെ വൂണ്ട് വിളിച്ച പേരാണ് റിഡക്ഷനിസം. വൂണ്ട് ആർഗ്യൂ ചെയ്തത് എന്താന്ന് വെച്ചാൽ കോൺഷ്യസ് മെന്റൽ സ്റ്റേറ്റ്സ് കുഡ് ബി സയന്റിഫിക്കലി സ്റ്റഡീഡ് യൂസിങ് ഇൻട്രോസ്പെക്ഷൻ. നമ്മുടെ കോൺഷ്യസ് മെന്റൽ സ്റ്റേറ്റ്സ് യൂസിങ് സയന്റിഫിക് ഇൻട്രോസ്പെക്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് പക്ഷെ വൂണ്ട് പറയുകയും ചെയ്തു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒരു കാഷ്വൽ അഫെയർ അല്ല, അല്ലെങ്കിൽ വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വൂണ്ട് പറഞ്ഞത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ഹൈലി പ്രാക്ടീസ്ഡ് ഫോം ഓഫ് സെൽഫ് എക്സാമിനേഷൻ ആണെന്നാണ്. സെൽഫ് എക്സാമിനേഷൻ ആണ്, പക്ഷെ ഹൈലി പ്രാക്ടീസ്ഡ് ആയിരിക്കും. വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇൻട്രോസ്പെക്ഷൻ എന്നാണ് വൂണ്ട് പറഞ്ഞത്. ഇനി നമ്മൾ വൂണ്ടിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ വൂണ്ടിന്റെ ഇൻട്രോസ്പെക്ഷനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതൊരു ഫണ്ടമെന്റൽ ടൂൾ ആയിരുന്നു. പക്ഷെ ഇറ്റ് ഡിഡ് നോട്ട് റിമെയിൻ എ ഫണ്ടമെന്റൽ ടൂൾ പാസ്റ്റ് ദി ഏർലി 1920s. 1920s കഴിഞ്ഞപ്പോഴത്തേക്ക് വൂണ്ടിന്റെ ഇൻട്രോസ്പെക്ഷൻ അത്രയും എമിനന്റ് ആയിട്ട് നിന്നില്ല, പയ്യെ ഫേഡ് ആവാൻ തുടങ്ങി. അടുത്തത് വൂണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് is that he showed that psychology could be a valid experimental science. സൈക്കോളജി ആ കാലങ്ങൾ വരെ ഫിലോസഫിയുടെ ഒരു സ്ട്രീം ആയിരുന്നു. അത് സെപ്പറേറ്റ് ചെയ്ത് വൂണ്ട് ഒരു ലബോറട്ടറി തുടങ്ങി. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് സൈക്കോളജി ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ. ഇപ്പോൾ വൂണ്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ സൈക്കോളജി കുഡ് ബി എ വാലിഡ് എക്സ്പെരിമെന്റൽ സയൻസ് എന്നും വൂണ്ട് പറഞ്ഞു. ഇതെങ്ങനെയാണ് വൂണ്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കോൺട്രിബ്യൂഷനെ എങ്ങനെയാണ് വൂണ്ട് പ്രൂവ് ചെയ്തത്? ഹി പ്രൂവ്ഡ് ഇറ്റ് ത്രൂ ഹിസ് റിസർച്ചസ്. വൂണ്ടിന്റെ റിസർച്ച് നടത്തിയത് ഇൻ കെയർഫുള്ളി കൺട്രോൾഡ് കണ്ടീഷൻസ് ആയിരുന്നു. ദാറ്റ് ഈസ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. കെയർഫുള്ളി കൺട്രോൾഡ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ദീസ് എക്സ്പെരിമെന്റ്സ് ആർ കണ്ടക്റ്റഡ് ഇൻ ലബോറട്ടറീസ് മോസ്റ്റ്ലി. അപ്പോൾ ഒരു ലബോറട്ടറിയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, വാട്ട് മേക്സ് ഇറ്റ് സ്പെഷ്യൽ, വൈ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം എ നോർമൽ എക്സ്പെരിമെന്റ്? കാരണം ഒരു ലബോറട്ടറിയിൽ നടക്കുന്ന വേരിയബിൾസ്, അത് എക്സ്റ്റേണൽ ആയിക്കോട്ടെ ഇന്റേണൽ ആയിക്കോട്ടെ, പല വേരിയബിൾസും ഒരു ലബോറട്ടറിയിലെ എക്സ്പെരിമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ വെൻ ഇറ്റ് ഇസ് ഡൺ ഇൻ എ ലബോറട്ടറി ഈ വേരിയബിൾസ് എല്ലാം ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി എക്സാമിനർ ഓർ ദി എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ കയ്യിൽ. സോ ഇറ്റ് ഇസ് എ കൺട്രോൾഡ് കണ്ടീഷൻ. ഇങ്ങനെ കൺട്രോൾഡ് കണ്ടീഷനിൽ റിസർച്ച് ചെയ്ത് വൂണ്ട് പ്രൂവ്ഡ് ദാറ്റ് സൈക്കോളജി കുഡ് ബി ആൻ എക്സ്പെരിമെന്റൽ സയൻസ്. ഇത് വൂണ്ടിന്റെ വേറൊരു മേജർ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആൻഡ് ഇത് എൻകറേജ്ഡ് അതർ റിസർച്ചേഴ്സ്. എന്തിന് എൻകറേജ് ചെയ്തു? ടു ഫോളോ ദ സെയിം എക്സ്പെരിമെന്റൽ റിസർച്ച് ഓർ എക്സ്പെരിമെന്റൽ അപ്രോച്ച് ആൻഡ് ബി മോർ സയന്റിഫിക്. കുറച്ചുകൂടെ സയന്റിഫിക് ആവാനും ഈ എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഫോളോ ചെയ്യാനും ഒത്തിരി പേരെ ഇത് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ് വൂണ്ടിന്റെ അടുത്തൊരു ഗെയിൻ അല്ലെങ്കിൽ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൂണ്ട് കോൺസെൻട്രേറ്റഡ് ഓൺ ത്രീ ഏരിയാസ് ഓഫ് മെന്റൽ ഫങ്ഷനിങ്. വൂണ്ട് 3 areas of mental functioning ഫോക്കസ് ചെയ്തു. എന്തൊക്കെയാണത്? തോട്ട്സ്, ഇമേജസ് ആൻഡ് ഫീലിങ്സ്. അതിപ്പോഴും കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വളരെ വാല്യുബിൾ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ തോട്ട്സ്, ഇമേജസ് ആൻഡ് ഫീലിങ്സ് എന്ന് പറയുന്നത്. And because he introduced experimental psychology, he is also known as the founder or the father of experimental psychology. അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി മാത്രമല്ല വിൽഹെം വൂണ്ട് ഫൗണ്ടർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി കൂടെയാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം സൈക്കോളജി, അതായത് എക്സ്പെരിമെന്റൽ സൈക്കോളജിക്ക് സ്കോപ്പ് ഉണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് സ്കോപ്പ് ആണെന്നാണ് വിൽഹെം വൂണ്ട് പറഞ്ഞത്. വിൽഹെം വൂണ്ട് പറഞ്ഞു
സ്കോപ്പ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു ലിമിറ്റഡ് സ്കോപ്പാണ്. കാരണം വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി പഠിക്കണമെങ്കിൽ വി വിൽ ഹാവ് ടു എംപ്ലോയ് അതർ മെത്തേഡ്സ് എന്ന് വൂണ്ട് പറഞ്ഞു. അപ്പോൾ വൂണ്ട് എക്സ്പെരിമെന്റൽ സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു, സപ്പോർട്ടും ചെയ്തു. പക്ഷേ വൂണ്ട് പറഞ്ഞു ഇറ്റ് ഈസ് ലിമിറ്റഡ്, കാരണം ചില ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി പഠിക്കണമെങ്കിൽ വി വിൽ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഓർ യൂസ് അതർ മെത്തേഡ്സ്. അതാണ് വിൽഹെം വൂണ്ട് സൈക്കോളജിക്ക് കൊടുത്ത കുറച്ച് മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോയിഡിനെ പറ്റിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ട്രീറ്റിംഗ് മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു മെത്തേഡ് മാത്രമല്ല, അതൊരു തിയറി കൂടിയാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി കൂടിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ തിയറീസിന്റെ ബേസിസ് തന്നെ ഫ്രോയിഡിന്റെ ഒരു ബിലീഫ് ആയിരുന്നു. എന്തായിരുന്നു ആ ബിലീഫ്? ഫ്രോയിഡ് ബിലീവ് ചെയ്തിരുന്നത് that events in our childhood have a great influence on our adult lives and shaping our personality. അതായത് ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നത് നമ്മുടെ കുഞ്ഞിലെ നടക്കുന്ന ഏതൊരു ഇവന്റും, അത് ട്രോമാറ്റിക് ആവാം അല്ലാത്തതാവാം, ഇങ്ങനത്തെ ഇവന്റ്സിനൊക്കെ they have a role in the personality of our adult lives. നമ്മളുടെ അഡൽട്ട് ലൈഫിന്റെ പേഴ്സണാലിറ്റിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് ഇവന്റ് എന്ന് പറയുന്നത്. For example, anxiety originating from a traumatic experience may cause issues in the adulthood. അതായത് കുഞ്ഞിലെ നടന്ന ഒരു ട്രോമാറ്റിക് ഇവന്റ്, ഫോർ എക്സാമ്പിൾ കുഞ്ഞിലെ നമ്മളൊരു പട്ടി കടിക്കാൻ ഓടിച്ചു ആൻഡ് ഇറ്റ് ബിറ്റ് us. അത് നമുക്ക് ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഫിയർ കോസ് ചെയ്തു. ആൻഡ് ദ ഫ്യൂച്ചർ ദിസ് മേ ഡെവലപ്പ് ടു എ ഫോബിയ ഓഫ് ഡോഗ്സ് ഇൻ ടോട്ടൽ. ഇത് എന്തുകൊണ്ടാണ്? കാരണം ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു ഇവന്റ് നടന്നു ആൻഡ് ഇത് സ്ലോലി നമ്മുടെ അഡൽട്ട്ഹുഡിലേക്ക് എംബെഡ് ആയി ആൻഡ് ഇപ്പം നമുക്കൊരു ഫോബിയ ഉണ്ട്. ഇങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ ഇതാണ് ഫ്രോയിഡിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ആങ്സൈറ്റി കോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ക്യാൻ ഷേപ്പ് അവർ പേഴ്സണാലിറ്റി ഇൻ ദ ഫ്യൂച്ചർ ഓർ വെൻ വി ആർ അഡൾട്ട്സ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ആൻഡ് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല വേർഡ്സും പല തിയറീസും ഇപ്പോഴും ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയിൽ വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഫ്രോയിഡ് പറഞ്ഞു മൈൻഡിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഫ്രോയിഡ് പറഞ്ഞു മൈൻഡിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ആൻഡ് ഇത് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തത് വാസ് യൂസിങ് എ ടോപ്പോഗ്രഫിക്കൽ മോഡൽ. ടോപ്പോഗ്രഫിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോഡലിനെയാണ് ടോപ്പോഗ്രഫിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഹി യൂസ്ഡ് ദി ആനലജി ഓഫ് എൻ ഐസ്ബർഗ്. അനലജി എന്ന് പറയുമ്പോൾ ഐസ്ബർഗ് പോലെയാണ് മൈൻഡ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഹൗ ഡിഡ് ഹി എക്സ്പ്ലെയിൻ ദോ? ഇനി ഇത് കേൾക്ക്. ഫ്രോയിഡ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഐസ്ബർഗ് പോലെയാണ്. ആൻഡ് ഐസ്ബർഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ഫീച്ചർ എന്താണ്? ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമേ വെള്ളത്തിന്റെ മണ്ടയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം ഈവൻ ദോ ഇറ്റ് മൈറ്റ് ബി വെരി ബിഗ്, ആ പോർഷൻ ഒന്നും നമുക്ക് കാണില്ല. നേക്കഡ് ഐക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു പോർഷൻ മാത്രം, ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ നമ്മുടെ നേക്കഡ് ഐക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഇസ് ബിലോ ദ വാട്ടർ. സോ ഫ്രോയിഡ് യൂസ്ഡ് ദിസ് ടു എക്സ്പ്ലെയിൻ അവർ ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ there is 3 levels of consciousness. 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ആദ്യത്തെ ലെവൽ ഇസ് കോൺഷ്യസ്നെസ്, അടുത്തത് പ്രീ കോൺഷ്യസ് ആൻഡ് ലാസ്റ്റ് അൺകോൺഷ്യസ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് അവർ അറ്റൻഷൻ നൗ. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ ഫോക്കസ് ക്ലാസ് എടുക്കുന്നതിലാണ്. സോ കോൺഷ്യസ്നെസ്സിൽ വരുന്നത് അതാണ്. ആൻഡ് ഇറ്റ് ഇസ് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ഐസ്ബർഗിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ബിലോ ദ വാട്ടർ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രീ കോൺഷ്യസ് ആണ്. പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഓൾ ഓഫ് വിച്ച് വി ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം മെമ്മറി. റിട്രീവ്ഡ് ഫ്രം മെമ്മറി, മെമ്മറിയിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രീ കോൺഷ്യസിനകത്ത് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്ത് കഴിച്ചു, ഓർ ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്താൽ കിട്ടില്ല, ബട്ട് ഞാനൊന്ന് ആലോചിച്ചെടുത്താൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം മെമ്മറി. ഇതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്, റൈറ്റ് ബിലോ ദ വാട്ടർ. ഇനി നമ്മൾ തേർഡ് കാണാൻ പോകുന്നത് അൺകോൺഷ്യസ് ആണ്. ആൻഡ് അൺകോൺഷ്യസ് ആണ് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റീജിയൻ. എന്തുകൊണ്ടാണ്? അൺകോൺഷ്യസ് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഈസ് ലൈക്ക് എ കോൾഡ്രൻ. കോൾഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ബൗൾ അല്ലെങ്കിൽ ഒരു വലിയ ചട്ടി പോലത്തെ സാധനമാണ് കോൾഡ്രൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് ബൗൾ. ആ ബൗളിൻ്റെ അകത്ത് നമ്മുടെ വിഷസ് ആൻഡ് ഇമ്പൾസസ് ദേ ആർ കെപ്റ്റ് അറ്റ് ബേ. അടക്കി വെച്ചിരിക്കുന്ന കുറേ വിഷസ്, കുറേ ഇമ്പൾസസ്,
ഇതുള്ള ഒരു കോൾഡ്രൻ പോലെയാണ് അൺകോൺഷ്യസ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ദർ ഈസ് കോൺഷ്യസ്നെസ്, ദർ ഈസ് പ്രീ കോൺഷ്യസ് ആൻഡ് ദെൻ ദർ ഈസ് അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അറ്റൻഷനിലുള്ളത്, പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കെപ്റ്റ് അറ്റ് ബേ. നമ്മുടെ ഇമ്പൾസസ്, നമ്മുടെ വിഷസ്, അതൊക്കെയാണ് അൺകോൺഷ്യസിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രോയിഡ് ഫൗണ്ട് ഔട്ട് ദാറ്റ് സം ഇവൻറ്റ്സ് ആൻഡ് ഡിസയേഴ്സ് ഓഫൻ ടു ഫ്രൈറ്റനിങ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആണ്. പേഷ്യൻസിന് അക്നോളജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കുറച്ച് പെയിൻഫുൾ ആണ്, കുറച്ച് ഫ്രൈറ്റനിങ് ആണ്. ആൻഡ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ പേഷ്യൻസ് കെപ്റ്റ് ഇറ്റ് ലോക്ക്ഡ് അവേ, ആൻഡ് ദേ കെപ്റ്റ് ഇറ്റ് ലോക്ക്ഡ് അവേ ഇൻ ദി അൺകോൺഷ്യസ് മൈൻഡ്. ദിസ് ക്യാൻ ഹാപ്പൻ ത്രൂ റിപ്രഷൻ. ഇതിനെ റിപ്രഷൻ എന്നാണ് ഫ്രോയിഡ് വിളിച്ചത്. ഈ അടക്കി പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അടക്കി പിടിച്ച് ഒളിപ്പിച്ചു വെക്കുന്നതിന് പറയുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ റിപ്രഷനെ ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില മെമ്മറീസ്, ചില ഇൻസിഡൻസ് നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു പ്രോസസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അക്നോളജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസിലിട്ട് പൂട്ടിയിട്ട് താക്കോല് കളയും. അതാണ് ഫ്രോയിഡ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് ലെഫ്റ്റ് ദെയർ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഓൾമോസ്റ്റ് ഫൊഗോട്ടൻ. അവിടെ വിട്ട് കളയാണ്. ആൻഡ് ഈ പ്രോസസ്സ്, അതായത് ഈ ഇഷ്ടമില്ലാത്ത മെമ്മറീസിനെ നമ്മൾ റിപ്രസ് ചെയ്ത് വെക്കുന്നതിനാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രോയിഡ് നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഫ്രോയിഡിന്റെ കാലത്ത് വിക്ടോറിയൻ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് വിക്ടോറിയൻ സൊസൈറ്റിയിൽ വിമന് ദേ വർ ഫോഴ്സ്ഡ് ടു റിപ്രസ് ദെയർ സെക്ഷൽ നീഡ്സ്. സെക്ഷൽ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു വിമൻ. ആൻഡ് ഇത് കാരണം ഇൻ മെനി കേസസ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് സംഹൗ ടേൺഡ് ഇൻ ടു എ ന്യൂറോട്ടിക് ഇൽനെസ്. അപ്പോൾ ഈ സെക്ഷൽ ഏർജസ് അല്ലെങ്കിൽ സെക്ഷൽ ഇമ്പൾസസ് ഇങ്ങനെ റിപ്രസ് ചെയ്ത് വെക്കേണ്ടി വന്നതുകൊണ്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാഡ് ന്യൂറോട്ടിക് ഇൽനെസ്സസ്. ആൻഡ് ഇത് resulted in Freud's lot of theories and lot of controversial theories. ഇതെന്താണ് ഈ കോൺട്രവേഴ്ഷ്യൽ തിയറി എന്ന് പറഞ്ഞാൽ, ഫ്രോയിഡിന്റെ ഒരു തിയറി വാസ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഫ്രോയിഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഈ ഡിഫറെന്റ് സ്റ്റേജസിൽ ചൈൽഡ് സീക്സ് പ്ലഷർ ഫ്രം എ ഡിഫറെന്റ് ഒബ്ജക്റ്റ്. ഡിഫറെന്റ് സ്റ്റേജസിലും ചൈൽഡ് സീക്സ് പ്ലഷർ ഫ്രം ഡിഫറെന്റ് ഒബ്ജക്റ്റ്. ഡിഫറെന്റ് ഒബ്ജക്റ്റിൽ നിന്നാണ് ചൈൽഡിന് പ്ലഷർ കിട്ടുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ. അങ്ങനെയാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിൽ ഫ്രോയിഡ് പറയുന്നത്. ഇതല്ലാതെ തന്നെ സൈക്കോസെക്ഷൽ സ്റ്റേജസിന്റെ ഉള്ളിൽ വരുന്ന വേറൊരു കാര്യം കൂടി ഫ്രോയിഡ് പറഞ്ഞു. ഇറ്റ് വാസ് അബൌട്ട് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇതും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഫ്രോയിഡിന്റെ ഒരു തിയറി ആയിരുന്നു. ഈഡിപ്പസിനെ പറ്റി നമ്മൾ ആദ്യം അറിയണം. സോ ആരാണ് ഈഡിപ്പസ്? ഈഡിപ്പസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു എ ലോട്ട് ഓഫ് ലിറ്ററേച്ചേഴ്സ് പല കഥകളാണ്. ബട്ട് വൺ ഓഫ് വിച്ച് ഇസ് മോസ്റ്റ്ലി അഗ്രീഡ് ബൈ പീപ്പിൾ ഈസ് ഈഡിപ്പസ് ഒരു പ്രിൻസ് ആയിരുന്നു, ഒരു രാജകുമാരനായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ഈഡിപ്പസിനെ പറ്റി ഒരു പ്രോഫസി ഉണ്ടായിരുന്നു. ഈഡിപ്പസിന്റെ അച്ഛനെ കൊന്ന് അമ്മേനെ കല്യാണം കഴിക്കും. അങ്ങനെ ഒരു പ്രോഫസി ഈഡിപ്പസിനെ പറ്റി ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് പേടിച്ച് ഈഡിപ്പസിനെ കൊണ്ട് കളഞ്ഞു. He asked his soldiers to drop off Oedipus. അങ്ങനെ ഈഡിപ്പസിനെ കാട്ടിൽ കൊണ്ട് കളയാണ് സംഭവിച്ചത്. ആൻഡ് ഇത് ഓപ്പോസിറ്റ്, അതായത് ഒപ്പോണന്റ് രാജ്യത്തെ രാജാവ് കണ്ടു. ആൻഡ് ആ രാജാവിന് മക്കളില്ലായിരുന്നു. സോ ആ രാജാവ് ഈഡിപ്പസിനെ എടുത്ത് വളർത്തി. ഈഡിപ്പസ് രാജാവുകയാണ്. പെട്ടെന്ന് അവിടെ യുദ്ധം നടക്കുകയാണ്. ആ രാജ്യവും ഈഡിപ്പസിന്റെ ആക്ച്വൽ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഈഡിപ്പസിന്റെ അച്ഛനെ കൊല്ലുകയാണ്. ഈഡിപ്പസിന് അറിയത്തില്ല, പക്ഷെ ഈഡിപ്പസ് kills his father, fulfilling the prophecy. ആൻഡ് അച്ഛനെ കൊന്നു കഴിഞ്ഞ് he develops feelings for his mother and ends up marrying his mother. അവസാനം ഈഡിപ്പസിന് അറിയില്ലായിരുന്നു അച്ഛനെ ആ കൊന്ന് ആൻഡ് അമ്മയെ ആ കല്യാണം കഴിച്ചെന്ന് ഈഡിപ്പസിന് അറിയില്ലായിരുന്നു. ബട്ട് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ആൻഡ് ഈഡിപ്പസ് അറ്റ് ദി എൻഡ് ഇതെങ്ങനെയോ അറിഞ്ഞ് ഈഡിപ്പസ് കിൽസ് ഹിംസെൽഫ്. ഇതാണ് ഈഡിപ്പസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രോയിഡിന്റെ ഈഡിപ്പസ് കോംപ്ലക്സിന്റെ തിയറി അക്കോർഡിംഗ്ലി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അഡോളസെന്റ് ഏജിൽ വെച്ച് the son or the male child develops certain attachments and feelings towards mother and starts forming resentment towards the father. അമ്മയ്ക്ക് നേരെ വളരെ ഇഷ്ടവും വളരെ അഫെക്ഷനും ഫോം ചെയ്യും ആൻഡ് ഫാദറിന് നേരെ റിസെന്റ്മെന്റ് ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്.
എന്നാണ് ഫ്രോയിഡിന്റെ ഈഡിപ്പസ് കോംപ്ലക്സ് പറയുന്നത്. ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഒരു കോംപ്ലക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഫോർ ഫീമെയിൽസ് ഓർ ഫീമെയിൽ ചിൽഡ്രൻ. അതാണ് എലക്ട്ര കോംപ്ലക്സ്. എലക്ട്ര കോംപ്ലക്സിൽ പറയുന്നത് ഫീമെയിൽ ചിൽഡ്രൻ ഡെവലപ്പ് അറ്റാച്ച്മെന്റ് ടു മെയിൽ, അതായത് ഫാദേഴ്സിനോട് ഫീമെയിൽ ചിൽഡ്രൻ അറ്റാച്ച് ഡെവലപ്മെന്റ്സ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് മദറിനോട് ഒരു റിസെന്റ്മെന്റ് സംഭവിക്കും. ഇങ്ങനെ രണ്ട് തിയറീസ് സൈക്കോസെക്ഷുവൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഫ്രോയിഡ് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ബട്ട് ഇത് രണ്ടും സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണെന്നും വേണമെങ്കിൽ പറയാം. കാരണം ഫ്രോയിഡിന്റെ തിയറീസ് അക്സെപ്റ്റ് ചെയ്തതും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ തിയറീസും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രോയിഡ് എന്താണ് പറഞ്ഞത്. ഫ്രോയിഡ് പറഞ്ഞു ഡ്രീംസ് ടു ബി റോയൽ റോഡ് ടു അൺകോൺഷ്യസ്. നമ്മുടെ അൺകോൺഷ്യസിലേക്കുള്ള റോയൽ റോഡാണ് ഡ്രീംസ്. എന്തുകൊണ്ടാണ് ഫ്രോയിഡ് ഇത് പറഞ്ഞത്? കാരണം നമ്മൾ ഡ്രീം കാണുമ്പോൾ നമ്മുടെ ഈഗോയിന്റെ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം ലോവേഡ് ആണ്. നമ്മുടെ ഡിഫൻസസ് എല്ലാം ലോവേഡ് ആണ്. ആൻഡ് നമ്മുടെ അൺകോൺഷ്യസിലുള്ളതെല്ലാം നമ്മുടെ അവയർനെസ്സിലോട്ട് വരും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. സോ നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസിലേക്കുള്ള ഒരു റോയൽ റോഡ് പോലെയാണ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. കാരണം ആ സമയത്ത് നമ്മുടെ ഈഗോയുടെ ഡിഫൻസസ് ലോവേഡ് ആണെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഫ്രോയിഡ് ഇത് സ്വന്തം എക്സാമ്പിൾ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്നാണ് പറഞ്ഞത്. കാരണം ഫ്രോയിഡ് ഹാഡ് എ പേഷ്യന്റ് നോൺ ആസ് ഇർമ. ഇർമ എന്ന് പറയുന്ന ഈ പേഷ്യന്റിനെ പറ്റി ഫ്രോയിഡ് വളരെ വറീഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രോയിഡിന് വളരെ കൺസേൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് ഫ്രോയിഡ് ended up dreaming about ഇർമ. അപ്പൊ ആ കാരണമാലെ ഫ്രോയിഡ് ended up telling that ഡ്രീംസ് എന്ന് പറയുന്നത് ഒരു റോയൽ റോഡാണ് അൺകോൺഷ്യസിലേക്കുള്ളത്. ആൻഡ് ഡ്രീംസ് കാണുമ്പോൾ നമ്മുടെ ഈഗോ ഓർ ഡിഫൻസസ് ലോവേഡ് ആണ്. ആൻഡ് നമ്മുടെ റിപ്രസ്ഡ് മെറ്റീരിയൽ നമ്മുടെ അവയർനെസ്സിലോട്ട് വരും. അതുകൊണ്ടാണ് ഡ്രീംസ് റോയൽ റോഡ് ടു അൺകോൺഷ്യസ് എന്ന് ഫ്രോയിഡ് പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജെയിംസിനെ പറ്റിയാണ്. വില്യം ജെയിംസ് സൈക്കോളജി. ആരാണ് വില്യം ജെയിംസ്? വില്യം ജെയിംസ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആൻഡ് ഫിലോസഫർ ആയിരുന്നു. ആൻഡ് ഹി ഹാഡ് മേജർ ഇൻഫ്ലുവൻസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്തതാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത്. ആൻഡ് ഒത്തിരി അക്കംപ്ലിഷ്മെന്റ്സിൽ വളരെ ഫേമസ് ആയ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ജെയിംസ് ആണ് ആദ്യമായിട്ട് അമേരിക്കയിൽ സൈക്കോളജി പഠിപ്പിച്ചു തുടങ്ങിയത്. He is the one who started teaching psychology for the first time in America. അതുകൊണ്ട് തന്നെ ജെയിംസ് is known as the father of American psychology. Father of American psychology എന്നാണ് ജെയിംസിനെ അറിയപ്പെടുന്നത് ഈ കാരണമാലെ. So who is the father of psychology? William Wundt. Father of American psychology, William James ആണ്. And James ഇതല്ലാതെ തന്നെ he is known for other things as known as functionalism. Functionalism ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണ്. അതും വില്യം ജെയിംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ജെയിംസ് ലോഞ്ച് തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ തിയറി ഓഫ് ഇമോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും വില്യം ജെയിംസ് ആണ്. അതല്ലാതെ പ്രാഗ്മറ്റിസവും ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ജെയിംസ് ആണ്. ഇതൊക്കെ വില്യം ജെയിംസിന്റെ വളരെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് ആണ് ടു ദ ഫീൽഡ് ഓഫ് സൈക്കോളജി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വില്യം ജെയിംസ് ഗ്രാജുവേറ്റഡ് ഹാർവേർഡ് മെഡിക്കൽ സ്കൂൾ ഇൻ 1869. അത് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ദ പ്രസിഡന്റ് ഓഫ് ഹാർവേർഡ് ജെയിംസിന് ഒരു പൊസിഷൻ കൊടുക്കുകയാണ് ആസ് എൻ ഇൻസ്ട്രക്ടർ ഓഫ് കമ്പാരറ്റീവ് physiology. And ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ് after 3 years James started teaching psychology courses. And James is the one who founded one of the first psychological laboratories in US. ൽ one of the first psychological laboratories set ചെയ്ത ഒരാൾ കൂടിയാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത്. That is also one reason why he is known as the founder of American psychology. കാരണം US ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് വില്യം ജെയിംസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വില്യം ഡിൽത്തിനെ പറ്റിയാണ്. ഡിൽത്തി ആരാണ്? ഡിൽത്തി ഒരു ജർമ്മൻ ഹിസ്റ്റോറിയൻ, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സോഷ്യോളജിസ്റ്റ്, ഒരു സ്റ്റുഡന്റ് ഓഫ് ഹെർമ്യൂണറ്റിക്സ് ആൻഡ് ഒരു ഫിലോസഫർ ആയിരുന്നു. സോ ഡിൽത്തി എന്താണ് psychology contribute ചെയ്തത്? One of his major contribution was to the methodology of humanities and other human sciences. Humanities methodology and human sciences ലായിരുന്നു ഡിൽത്തിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിൽത്തി ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്ത എന്തിനായിരുന്നു വെച്ചാൽ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എപ്പിസ്റ്റമോളജി ആൻഡ് സൈക്കോളജി. എപ്പിസ്റ്റമോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഡിൽത്തി കൊടുത്തത്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് നോളജ് ആണ്. സോ തിയറി ഓഫ് നോളജും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഡിൽത്തി വില കൊടുത്തത് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുത്തത്.
ഡിൽറ്റി എന്താ വിചാരിച്ചത് അല്ലെങ്കിൽ ഡിൽറ്റി വ്യൂ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ ഓഫ് അതേഴ്സ്, എക്സ്പെരിമെന്റേഷൻ, ഇതൊക്കെ ഈ ഇത്രയും മെത്തേഡ്സ് എന്ന് പറയുന്നത് പാർഷ്യലി ആൻഡ് മ്യൂച്വലി സപ്ലിമെന്റിങ് വേസ് ആണ്. പാർഷ്യലി ആൻഡ് മ്യൂച്വലി സപ്ലിമെന്റിങ് ഓർ എയ്ഡിങ് വേസ് ആണ്. എന്തിന്? ടു ഗെയിൻ സൈക്കോളജിക്കൽ നോളജ്. ഇതൊക്കെ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ വാട്ട്? ഫോർ ഗെയിനിങ് എ സൈക്കോളജിക്കൽ നോളജ് എന്നാണ് ഡിൽറ്റി പറഞ്ഞത്. ഡിൽറ്റിയുടെ ഒരു ലൈഫ് ലോങ് കൺസേൺ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ സയൻസസ്. ഡിൽറ്റിയുടെ ഒരു ഫോക്കസ് തന്നെ ഹ്യൂമൻ സയൻസസിലായിരുന്നു. ആൻഡ് ഡിൽറ്റിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതിലെവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വാസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ തിയററ്റിക്കൽ മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ സയൻസസ്. അതായിരുന്നു ഡിൽറ്റിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിൽറ്റി സജസ്റ്റ് ചെയ്തു ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഒന്നല്ല, ബട്ട് ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു നാച്ചുറലി ടു പാർട്സ്. ദാറ്റ് വിച്ച് ഇസ് ഓഫ് ദ സറൗണ്ടിങ് വേൾഡ്, അതായത് ഒബ്ജക്റ്റീവ് നെസസിറ്റി, നമ്മുടെ സറൗണ്ടിങ് വേൾഡിനെ പറ്റി ഇത് ഡിവൈഡഡ് ആണ്. അതായത് ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നായിട്ടല്ല രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഡിൽറ്റി പറഞ്ഞത് ഇൻ ഡിൽറ്റീസ് സൈക്കോളജി. ആൻഡ് ഡിൽറ്റിയുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓൺ ഹ്യൂമൻ സയൻസസ് വളരെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുവലൈസേഷനിൽ ഹെർമന്യൂട്ടിക്സ് ആൻഡ് പല ഡിൽറ്റിയുടെ ഫേമസ് തിയറീസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഒത്തിരി ആൾക്കാരെ ഒത്തിരി തിങ്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ഡിൽറ്റിയുടെ പല തിയറീസും അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്സിന് ഈവൻ ദെൻ ഇറ്റ്സ് ഇൻഫ്ലുവൻഷ്യൽ. അതായത് ഡിൽറ്റിയുടെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല തിയറീസ് ഇറ്റ്സ് സ്റ്റിൽ ഇൻഫ്ലുവൻഷ്യൽ ഇൻ മോഡേൺ ഡേ സൈക്കോളജി. അതാണ് ഡിൽറ്റിയുടെ സൈക്കോളജി എന്ന് പറയുന്നത്, ഓർ വില്യം ഡിൽറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് ആർ അബൌട്ട് വിൽഹെം വൂണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം ജെയിംസ് ആൻഡ് വിൽഹെം ഡിൽറ്റി. എല്ലാം ക്ലിയർ ആയി. I hope if there's any questions, please let me know. Thank you so much.